ഇന്ന് നമ്മൾ ചെയ്യുന്നത് പച്ചപ്പപ്പായ കൊണ്ട് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. പച്ചപ്പപ്പായ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടമാവും. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് പപ്പായ ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഏകദേശം 1.5 കപ്പോളം ഉണ്ടാവും. കപ്പളവ് പറയുകയാണെങ്കിൽ ഒരു വലിയ പപ്പായയുടെ 1/4 ഭാഗമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. തൊലിയൊക്കെ കളഞ്ഞ് ചതുര കഷ്ണങ്ങളാക്കിയിട്ട് പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 4 വിസിൽ വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് അതിൽ ആവിയൊക്കെ പോയതിന് ശേഷം തുറക്കുമ്പോഴേക്കും പപ്പായ നല്ല പോലെ വെന്തിട്ടുണ്ടാവും. കണ്ടോ, പപ്പായ ഇപ്പോൾ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് തണുത്ത് വരണം. അതിന് വേണ്ടിയിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ആ പപ്പായ വേവിച്ച വെള്ളം കളയരുത് കേട്ടോ. അപ്പോൾ ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തൊരു വിഭവമാണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. ഞാൻ എൻ്റേതായ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കി സക്സസ് ആയൊരു റെസിപ്പിയാണ്. നല്ല പോലെ നിങ്ങൾക്ക് ഇഷ്ടമാവും. പിന്നെ പപ്പായ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കറി ഉപ്പേരിയൊക്കെ വെക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലൊരു ഐറ്റം നിങ്ങൾ മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഒരു 3 ഏലക്ക കൂടെ ചേർത്തിട്ട് ഇത് തണുത്ത് വരുമ്പോൾ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ആ ഒരു വെള്ളം തന്നെ ചേർത്താൽ മതി, എന്നാൽ പിന്നെ ആ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടില്ല. ഇതിവിടെ തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു വലിയ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതുപോലുള്ള നല്ല ക്വാളിറ്റി ഉള്ള മിൽമയുടെ RKGയുടെ ഒക്കെ നെയ്യ് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഡാൽഡ ഒന്നും എടുക്കരുത് ഇതിന് പകരം. ഇതിനാണ് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുക. പിന്നെ വെളിച്ചെണ്ണ വേണമെങ്കിലും എടുക്കാം കേട്ടോ, നെയ്യ് ഇല്ലെങ്കിൽ മാത്രം എടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്തിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇവിടെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെയ്യിലേക്ക് തന്നെ കുറച്ചുകൂടെ പപ്പായ വേണം നമുക്ക്. ഞാനിവിടെ ഒരു 3/4 കപ്പ് വളരെ നൈസാക്കി അരിഞ്ഞെടുത്ത പപ്പായ എടുത്തിട്ടുണ്ട്. ഇത് പച്ച പപ്പായയാണ് കേട്ടോ, അതായത് വേവിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഈ പപ്പായ കഷ്ണങ്ങൾ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ നെയ്യിൻ്റെ ഫ്ലേവർ ഇതിൽ നല്ല പോലെ പിടിച്ച് കിട്ടണം കേട്ടോ. ചെറിയ തീയിൽ വെച്ചിട്ടൊരു 2 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊരു 2 മിനിറ്റ് മൂടി വെക്കും കൂടെ ചെയ്യാം. എന്നാലേ ആ പപ്പായയുടെ പച്ചമണമൊക്കെ പോയിട്ട് ഇതിൽ നല്ല പോലെ ആ ഒരു നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ പിടിച്ച് കിട്ടുള്ളൂ. ഒരു 2 മിനിറ്റിന് ശേഷം തുറന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആ പഞ്ചസാര ഇതിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു സമയത്ത് പഞ്ചസാര ചേർക്കുന്നത് പപ്പായ കഷ്ണങ്ങളിലൊക്കെ. ഇത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണാണ് ആദ്യം ചേർത്തത്. പിന്നെ നമുക്ക് പാലൊക്കെ ചേർത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊരു 1 മിനിറ്റോളം ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് ഈ പപ്പായ കഷ്ണങ്ങളിൽ നല്ല പോലെ ഇതൊന്ന് പിടിച്ച് കിട്ടും കേട്ടോ, മധുരം. ഇനി നമുക്കിതിലേക്ക് നമ്മളിവിടെ അരച്ച് വെച്ചിട്ടുള്ള ഒരു പപ്പായയുടെ കൂട്ടില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഏലക്കായും പപ്പായയും കൂടെ അരച്ചെടുത്തത് അത് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇത് പിന്നെ പച്ചമണമൊന്നും പോകാനില്ല, നമ്മൾ ഓൾറെഡി വേവിച്ചെടുത്ത പപ്പായ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുള്ള ഒരു ഇതിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പാൽപ്പൊടി ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് കേട്ടോ എടുക്കുന്നത്. പാൽ ഉണ്ടായിരുന്നില്ല ഇത് ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ 2 കപ്പ് പാലെടുക്കാം കേട്ടോ. പശുവിൻ പാലാണ്. ഇതിന് പകരം തേങ്ങാപ്പാലും എടുക്കാം. നിങ്ങൾ തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര എടുക്കുന്നതായിരിക്കും സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിവിടെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കാഷ്നട്ട്സും റൈസിൻസും ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു പച്ചപ്പപ്പായ കൊണ്ട് ഉണ്ടാക്കാവുന്ന പാൽപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ. നമ്മൾ പഴുത്ത ചക്ക വെച്ചിട്ട് ഇതുപോലെ പാൽപ്പായസം ഉണ്ടാക്കിയപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രൈ ചെയ്ത് നോക്കി നല്ല ഇഷ്ടമായി എന്ന്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതും ഇഷ്ടമാവും. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്